എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ കറി വെക്കാമെന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ ഇതൊരു 1/2 കിലോയിൽ കൂടുതൽ ചിക്കനുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. എന്നിട്ട് കടുക് ഇടണം. കടുക് പൊട്ടി കഴിയുമ്പോൾ വറ്റൽമുളക് ഇടാം കേട്ടോ. പിന്നെ കറിവേപ്പില ഇടണം. ഇതിപ്പോൾ നമ്മൾ കുക്കറിലാണ് ഇത് വെക്കാൻ പോകുന്നത്. മസാലയ്ക്ക് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചീനിച്ചട്ടി ഇപ്പോൾ അടുപ്പിൽ വെച്ചേക്കുന്നത്. അപ്പോൾ കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലോട്ട് അരിഞ്ഞ് വെച്ചിരുന്ന സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് സവാള ചേർക്കാവുന്നതാണ്. സവാള ഇട്ട് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട്. ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ച ഇതുണ്ടല്ലോ നമ്മുടെ പെരിഞ്ചീരകം, 2 പീസ് ചെറിയ 2 പീസ് പട്ട, അതുപോലെ ഒരു ഗ്രാമ്പും കൂടി നന്നായിട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സിയിൽ ചതച്ചെടുത്തതാണ്. അതുകൂടി നമ്മൾ ഈ സവാള ഒന്ന് വാടി വന്നപ്പോൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർത്തത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട് പൊടികളുടെ. അത് കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാല എല്ലാം ആയിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് കുക്കറിലോട്ട് മാറ്റാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലോട്ട് മാറ്റാം. ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത മസാലയും ചിക്കനും എല്ലാം കൂടി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തിള വരുന്നവരെ നമ്മൾ ഈ കുക്കർ തുറന്ന് തന്നെ വെച്ചേക്കണം. അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇനി ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ടേ നമ്മൾ കുക്കറിൻ്റെ അടപ്പ് മൂടി വേവിക്കത്തുള്ളൂ. വേവിക്കുന്നതെന്ന് പറയുമ്പോൾ 2 വിസിൽ കൂടുതൽ കേൾക്കാൻ പാടില്ല. 2 വിസിൽ കൂടുതലായി കഴിഞ്ഞാൽ ഈ ചിക്കൻ വെന്ത് എല്ലിൽ നിന്നൊക്കെ വിട്ടുമാറി കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ 2 വിസിൽ. അപ്പോൾ ഇത് 2 വിസിൽ കേട്ടിട്ടുണ്ട്. ഞാൻ അടുപ്പ് ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിതിനെ മൂടി മാറ്റി. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് വറ്റണം. പിന്നെ ഇതിലോട്ട് 2-3 സാധനങ്ങൾ കൂടി ഇനി ചേർക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കൂടി നമ്മൾ ഇതിലോട്ട് ചേർക്കണം. അത് ലാസ്റ്റ് നമ്മൾ ഈ 2 വിസിൽ കേട്ട് കഴിഞ്ഞ് കുക്കർ തുറന്നതിന് ശേഷം മാത്രമേ ഈ പൊടികൾ ചേർക്കുള്ളൂ കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ നല്ലൊരു മണമൊക്കെ ഈ കറിക്കുണ്ടാകും. അതുകൊണ്ടാണ് ലാസ്റ്റേ നമ്മളിത് ചേർക്കാവുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള മല്ലിയിലയും ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ. അപ്പോൾ മല്ലിയില ചേർത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ മല്ലിയിലയൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് മൂടി വെച്ചതായിരുന്നു. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ദോശയാണ്. അപ്പോൾ 2 ദോശ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കറി ഒഴിക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ കുറച്ച് കറിയായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും കറി വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ അതനുസരിച്ച് കുറച്ച് വെള്ളം ചേർക്കുക. ഇതിപ്പോൾ ഇത്രയും കറി ഇവിടെ വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കറിയായിട്ട് തന്നെ ഇത് വെച്ചേക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തിനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.